ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിരാവിലെ പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി 42 വയസ്സുകാരിയായ ഇനസ് വീട്ടിലെത്തുന്നു. വന്ന പാടെ മകൾ പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പോടെ നിൽക്കുന്നു. അവളോട് ഇനസ് കാര്യങ്ങളൊക്കെ ചോദിക്കുവാൻ തുടങ്ങുമ്പോഴേക്കും ഭർത്താവായ തോമസ് അവിടേക്ക് വരുന്നു. വന്നയുടനെ ഭാര്യയായ ഇനസിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വേഗം മോളെയും കൂട്ടി തോമസ് പുറത്തേക്ക് പോകുന്നു. അവർ പോയ ഉടനെ പുറത്തു പോയപ്പോൾ വാങ്ങിയ പ്രഗ്നൻസി കിറ്റ് ഉപയോഗിക്കുന്നു. താനൊരു അമ്മയാവാൻ പോകുന്ന സന്തോഷം ഇനസിൻ്റെ മുഖത്ത് പ്രകടമാകുന്നു. രാത്രി വരെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള വാർത്ത പറയുവാനായി തോമസിനും മകൾക്കും വേണ്ടി കാത്തിരുന്നു. അവർ വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ പറയുന്നു. കേട്ടയുടൻ മകൾ അമ്മയോട് ദേഷ്യപ്പെടുന്നു. അത്ര സന്തോഷവാനല്ലാത്ത തോമസ് ഇനസിൻ്റെ വിഷമമാകാതിരിക്കുവാൻ വേണ്ടി തോമസിൻ്റെ സന്തോഷമില്ലായ്മ മറച്ചുവെച്ച് അവളെ സമാധാനപ്പെടുത്തുന്നു. എന്നാലോ ഇനസ് അതീവ ദുഃഖത്തിലാകുന്നു. അടുത്ത ദിവസങ്ങളിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ വാർത്ത തൻ്റെ അടുത്ത കൂട്ടുകാരെ അറിയിക്കുന്നു. പോകെ പോകെ തോമസിൻ്റെ സന്തോഷമില്ലായ്മ പുറത്തു വരാൻ തുടങ്ങുന്നു. കുടുംബത്തിലെ സന്തോഷങ്ങൾ മാറി മറിയാൻ തുടങ്ങുന്നു. എന്നാലോ ഇതൊന്നും കാര്യമാക്കാതെ തൻ്റെ കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനസ്. ഒരു ദിവസം പുറത്തേക്കിറങ്ങുന്ന വഴിയിൽ അബോർഷൻ സംഭവിക്കുന്നു. അതീവ ദുഃഖത്തിലിരിക്കുന്ന ഇനസിനെ സമാധാനപ്പെടുത്തുവാൻ തോമസ് ശ്രമിക്കുന്നു. അതിനുവേണ്ടി തന്നെ കടലിൻ്റെ തീരത്തുള്ള ഒരു വീട്ടിലേക്ക് അവരുടെ താമസം മാറ്റുന്നു. അടുത്ത ദിവസം രാവിലെ മനസ്സൊന്ന് സമാധാനപ്പെടുത്തുവാൻ വേണ്ടി കടൽ തീരത്തിരിക്കുന്ന ഇനസിന് മകളുടെ ഫോൺ കോൾ വരുന്നു. അവളുടെ കളിയാക്കലും പരിഹാസവും ഇനസിനെ വീണ്ടും ദുഃഖത്തിലാകുന്നു. തിരികെ വീട്ടിൽ വന്ന ഉടനെ ഒരു ഗ്ലാസ്സിൽ ചായയുമായി ബാൽക്കണിയിൽ നിന്ന് കാഴ്ച കാണുകയാണ് ഇനസ്. പെട്ടെന്ന് അവിടെ കൂടെ ഒരു കൗമാരക്കാരൻ പോകുന്നു. ഇമവെട്ടാതെ അവൻ്റെ ഓരോ പ്രവൃത്തികളും ഇനസ് വീക്ഷിക്കുന്നു. മനസ്സൊന്ന് ശാന്തമായപ്പോൾ ഒരു നടത്തവും പാസാക്കി രാത്രിയിലത്തേക്കുള്ള ഡിന്നർ തയ്യാറാക്കുകയാണ് ഇനസ്. പെട്ടെന്ന് തോമസിൻ്റെ ഫോൺ കോൾ വരുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം തോമസ് ഭാര്യയായ ഇനസിൻ്റെ അടുക്കലേക്ക് വരുന്നു. ഇനസിൻ്റെ സുഖവിവരങ്ങൾ തിരക്കി സംസാരിക്കുവാൻ തോമസ് തുടക്കമിടുന്നു. പോകെ പോകെ തോമസ് ഇനസിനെ കുറ്റപ്പെടുത്തുവാൻ തുടങ്ങുന്നു. നടന്ന കാര്യങ്ങൾക്കെല്ലാം ഇനസെൻ്റ് മാത്രമാണ് ഉത്തരവാദി എന്ന് പറയുന്നു. ഈ നിമിഷം തോമസിനോട് ഇനസ് വലിയ രീതിയിൽ ദേഷ്യപ്പെടുന്നു. ഇത് കണ്ട ഉടനെ തോമസ് തനിക്ക് ഡിവോഴ്സ് വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. പെട്ടെന്ന് തന്നെ തോമസ് ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ആകെ നിരാശയിലായ ഇനസ് ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി കടലിലേക്ക് പോവുകയാണ്. ഒന്നും ശ്രദ്ധിക്കാതെ വഴിയിൽ കണ്ടവരെയെല്ലാം തട്ടിക്കൊണ്ട് കടൽ ലക്ഷ്യമാക്കി നടക്കുന്നു. തന്നെ തട്ടിയതാരാണെന്ന് നോക്കി തൻ്റെ കൂട്ടുകാരന്മാരോട് യാത്രയും പറഞ്ഞ് ഹുഗോ എന്ന കൗമാരക്കാരൻ തിരികെ പോകുന്ന വഴിയിൽ കടലിൽ അപകടകരമായ രീതിയിൽ ആരോ മുങ്ങിത്താഴുന്നത് കാണുന്നു. പെട്ടെന്ന് അവരെ രക്ഷപ്പെടുത്തുന്നു. ഇനസിൻ്റെ ആത്മഹത്യാ ശ്രമം ഹുഗോ അവസരോചിതമായ പ്രവൃത്തി മൂലം പരാജയപ്പെടുത്തുന്നു. ഇനസിൻ്റെ നിർദ്ദേശപ്രകാരം തണുത്ത വിറച്ച അവളെ ഹുഗോ വീട്ടിലേക്ക് കൊണ്ടുവരികയും ഹുഗോ ഇനസിനെ തണുത്ത ശരീരം ചൂടാക്കി നൽകുകയും ചെയ്യുന്നു. തൻ്റെ ജീവൻ തിരിച്ചു തന്നതിനും തന്നെ സന്തോഷിപ്പിച്ചതിനും നന്ദി പറയുന്നു ഇനസ്. ഒരു ചെറുപുഞ്ചിരിയോടെ ഹുഗോ മടങ്ങുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ തനിക്ക് നഷ്ടമായതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നു. അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ഹുഗോയെ തിരഞ്ഞുപിടിക്കുവാനുള്ള ശ്രമങ്ങൾ ഇനസ് നടത്തുന്നു. തൊട്ടടുത്ത ദിവസം മകളെ കാണുവാൻ വേണ്ടി അവളുടെ സ്കൂളിലേക്ക് പോകുന്നു. എന്നാലോ ഇനസിനെ കണ്ടയുടൻ അവളുടെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഇനസിനെ കളിയാക്കുവാനും പരിഹസിക്കുവാനും അവളുടെ അപ്പനായ തോമസിൻ്റെ തീരുമാനങ്ങൾ ശരിവെക്കുവാനും അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. തിരികെ വരുന്ന വഴിയിൽ തോമസിൻ്റെ ഫോൺ കോൾ വരുന്നു. ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ വേഗത്തിലാക്കണമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. വീണ്ടും ആത്മഹത്യ പ്രേരണ മനസ്സിൽ വരുന്നു. പെട്ടെന്നാണ് ഹുഗയുടെ മുഖം മനസ്സിൽ ഓർമ്മ വന്നത്. ഉടനെ ഹുഗയുടെ സ്കൂൾ ലക്ഷ്യമാക്കി ഇനസ് നടക്കുന്നു. മരച്ചുവട്ടിൽ ഹുഗയെ കാത്ത് ഇനസ് ഇരിക്കുന്നു. പെട്ടെന്നാണ് പിതാവിൻ്റെ കൂടെ ഹുഗോ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഇനസ് കാണുന്നു. പെട്ടെന്ന് പിതാവിൻ്റെ കണ്ണു വെട്ടിച്ച് ഓടി വന്ന ഹുഗോ ഇനസിനെ കെട്ടിപ്പിടിക്കുന്നു. തിരികെ വീട്ടിൽ വന്ന ഹുഗോയെ ക്ലാസ്സിൽ നടന്നതിൻ്റെയും
തൻ്റെ കണ്ണു വെട്ടിച്ചു പോയതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നല്ല രീതിയിൽ ഹുഗോയുടെ പിതാവ് ദേഷ്യപ്പെടുന്നു. പിതാവിൻ്റെ ഉപദേശങ്ങളെല്ലാം കേട്ട് ഹുഗോ റൂമിലേക്ക് മടങ്ങുന്നു. വന്ന ഉടനെ ഇനേഴ്സിനെ കുറിച്ചുള്ള ആലോചനയിലാണ്. തൊട്ടടുത്ത ദിവസം ഇനേഴ്സിനെ യാദൃശ്യമായി ഹുഗോ കാണുന്നു. മനസ്സുകൊണ്ട് ഇനേഴ്സ് ആഗ്രഹിച്ചെങ്കിലും പെട്ടെന്നുള്ള കണ്ടുമുട്ടൽ പരിഭ്രമമുണ്ടാക്കുന്നു. അങ്ങനെ അവരുടെ സംസാരം തകൃതിയായി നടക്കുന്നു. അപ്പോൾ അവിടേക്ക് ഇനസിൻ്റെ കൂട്ടുകാരി കടന്നു വരുന്നു. ഇനസിനോടും കൂട്ടുകാരിയോടും യാത്ര പറഞ്ഞ് ഹുഗോ പോകുന്നു. അന്നേ ദിവസം രാത്രിയിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഇനസിനെ കാണുവാൻ വേണ്ടി ഹുഗോ വരുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾക്ക് ശേഷം രാവിലെ ഹുഗോ തിരികെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. അവർ തമ്മിൽ നല്ലൊരു ബന്ധത്തിന് തുടക്കം കുറിക്കുന്നു. തിരികെ വീട്ടിലെത്തിയ ഹുഗോയുടെ പിതാവ് ദേഷ്യപ്പെടുന്നു. അവൻ്റെ പ്രവൃത്തിയിൽ നേരിയ തോതിൽ സംശയമുണ്ടാകുന്നു. ഹുഗോയുടെ അടുത്തിൽ നിന്ന് ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ട് ഹീനസ് ഹുഗോയെ തിരികെ സ്കൂളിലേക്ക് പോകുന്നു. എല്ലാ വിവരങ്ങളും ഹുഗോ പറയുന്നു. എല്ലാത്തിനും ഒരു പരിഹാരമായി ഹീനസ് ഹുഗോയുടെ പിതാവിൻ്റെ പുതിയ ഭാര്യയാകുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ശുഭം. ഈ വീഡിയോ മുഴുവനായി കാണുന്നതിന് താഴെ കാണുന്ന ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യൂ. ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.